വയനാട്ടിൽ വേറിട്ട രുചി വിഭവങ്ങളുടെ ഒരു കടയുണ്ട്. സുൽത്താൻ ബത്തേരി കൊളകപ്പാറയിലെ രവിയേട്ടന്റെ കട. വ്യത്യസ്തമായ പോർക്ക് വിഭവങ്ങളുടെ രുചി അറിഞ്ഞെത്തുന്ന ആളുകളുടെ എണ്ണം ചില്ലറയൊന്നുമല്ല. നമുക്ക് വയനാട് ബ്യൂറോ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ദീപക് മോഹനും സംഘവും രവിയേട്ടന്റെ പോർക്കടയിലെ വിഭവങ്ങൾ പ്രേക്ഷകർക്കായി വിളമ്പും. രുചിവൈവിധ്യങ്ങൾ തേടിയുള്ള വയനാട്ടിലെ യാത്ര നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൽപ്പറ്റയിൽ നിന്നും സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്നതിനിടെ കൊളകപ്പാറ ജംഗ്ഷനിൽ ദേശീയപാതയ്ക്കരികിലായാണ് രവിയേട്ടൻസ് കട എന്ന ഈ ബോർഡ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ദൂരമാണ് രവിയേട്ടന്റെ കടയിലേക്കുള്ളത്. രവിയേട്ടന്റെ കടയിലെ വിശേഷങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്കായി നമ്മൾ ഒരുക്കുന്ന വിഭവം. അടിപൊളി, സൂപ്പർ. പിന്നെ പുതിയ സംഭവങ്ങൾ എന്തൊക്കെയുള്ളത്? റിബ്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ? റിബ് ഉണ്ട്. ഇത് റിബ് പോർക്കിന്റെ. ദിവസം എങ്ങനെയാ, എത്രയാ പിന്നെ കിലോ ഇങ്ങനെ വെക്കുന്ന? എത്ര കിലോ പാകം ചെയ്യും? ഒരു ദിവസം അതില് ഈ പോർക്ക് ലവേഴ്സ് കണ്ടെത്തി ഇങ്ങോട്ടേക്ക് തന്നെ എപ്പോഴും എത്താറുണ്ടല്ലേ? വയനാട്ടിൽ ആണോ? ഒരു പോർക്ക് ഫ്രൈയും ഒരു പോർക്ക് ചില്ലിയും. ഒരു പോർക്ക് ഫ്രൈ എന്ന് പറഞ്ഞാൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേ? ഒരു 4 പേർക്ക് കഴിക്കാനുള്ള പോർക്കുണ്ട്. ചോറെത്തിയിട്ടുണ്ട്. ഇത് പോർക്ക് ഫ്രൈ അല്ലേ? പോർക്ക് ബാർബിക്യൂ. അതുപോലെ തന്നെ ഇത് പോർക്ക് ചില്ലി. ഇത് പോർക്കിന്റെ റിബ്സ് ആണല്ലേ? അതായത് വാരിയല് ഒറ്റ പീസായിട്ട് വേവിച്ചതിന് ശേഷം പൊരിച്ചെടുത്താണല്ലേ? ഇത്രയും. ഇനിയിപ്പോ കറികൾ എന്തൊക്കെയാ അതിന്റെ കൂടെ ഉള്ളത്? പോർക്കിന്റെ ഗ്രേവിയാണ് കൂടെ ഉള്ളത് അല്ലേ? ഇതിന്റെ മസാലകളെന്താ പ്രത്യേകത? അല്ലേ, മസാലയുടെ കൂട്ട് പറഞ്ഞില്ല. നമുക്ക് ചെയ്യാൻ പറ്റില്ല. രവിയേട്ടന്റെ കടയിലെ കപ്പയും ഈ പോർക്കിന്റെ ചില്ലി ഡ്രൈ ഫ്രൈ ഇത് വേറെ എവിടെ ചെന്നാലും ഈ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഞാനൊക്കെ ഏകദേശം 20 കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടുന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്. പക്ഷെ ഇതിന്റെ അത്രയും ടേസ്റ്റാണ്. ഈ ഫോർക്കിൽ ഇത്രമാത്രം വിഭവങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത് നമുക്കൊന്നും ഒരിക്കലും വീട്ടിലൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. പക്ഷെ ഇവിടെ വന്ന് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതൊരു ഫോർക്കിന്റെ ഇതിലല്ല, എന്ത് ടേസ്റ്റാന്നറിയോ. ഇപ്പൊ ഈ ഒരു ചില്ലിയും ഇതിന്റെ ഫ്രൈയും ഒക്കെ കഴിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ആ രുചി പോകില്ല. നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും. അത്രയും ഒരു ടേസ്റ്റാ. അറിയാതെ ഇതിലെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മൾ വണ്ടിയോടെ നിന്ന് പോകും അല്ലേ സാറേ? ചുമ്മാ നമുക്ക് എവിടെയും കിട്ടുന്നില്ലല്ലോ. പോർക്കെന്ന് പറഞ്ഞാൽ എവിടെ കടയിലും ഇല്ല. നമ്മുടെ വയനാട്ടിൽ ചെന്നാലും എവിടെയില്ല. അപ്പം എനിക്ക് തോന്നിയ നമുക്ക് പോർക്ക് തന്നെയായിട്ടൊരു നമ്മുടെ വീട്ടിലിരുന്നിട്ടൊരു പരിപാടി ചെയ്യാം. അങ്ങനെയാണ് ചെയ്താൽ നമുക്ക് ചിക്കനായാലും ബീഫായാലും എല്ലാ കടകളിലും കിട്ടും. ഇത് എവിടെയും പോയാൽ കിട്ടൂല. ഇത് കഴിക്കേണ്ടവർ എവിടെയും കിട്ടൂല. അതിനുകൊണ്ട് ഇങ്ങനെ ഒരു ഉദാഹരണത്തിന് വെച്ച് നോക്കിയതാണ്. ജനങ്ങൾ വന്നാലും നല്ല സന്തോഷത്തോടുകൂടി വരുന്നു, അഥവാ സന്തോഷത്തോടെ ഇറങ്ങി പോകുന്നു. നമുക്കിപ്പോൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ ഏതെല്ലാം പാർട്ടികളാണ്. ഏതായാലും രവിയേട്ടന്റെ കടയിലേക്ക് എത്തുന്ന പോർക്ക് ലവേഴ്സിന്റെ എണ്ണത്തിൽ ഒട്ടും കുറവില്ല. രവിയേട്ടന്റെ കടയിലെത്തി പോർക്ക് വിഭവങ്ങൾ കഴിച്ച് മനം നിറഞ്ഞാണ് ഇവിടുന്ന് ആളുകൾ മടങ്ങുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഇബ്രാഹിമിനോടൊപ്പം റിപ്പോർട്ടർ ദീപക് മോഹൻ ഇൻ റിപ്പോർട്ടർ, വയനാട്. അപ്പോൾ അതുവഴി പോകുമ്പോഴേക്കും രവിയേട്ടന്റെ കടയിലെ പോർക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് രുചിച്ച് നോക്കൂ.